നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈശാക്ക്, പിന്നെ അക്കേദ എന്നറിയപ്പെടുന്ന ആ ബലിയർപ്പണം, പുനരുത്ഥാനം, ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ചില ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചാണ്. അതെ. നമ്മൾ പ്രധാനമായും നോക്കുന്നത് ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണലിന്റെ പഠനങ്ങളും പിന്നെ ഗാഡി എഫ്രൈം നോട്ട്സുമാണ്. ശരിയാണ്. വളരെ ആഴത്തിലുള്ള ചില ചിന്തകൾ അതിലുണ്ട്. അതെ. അപ്പോ ഈ സ്രോതസ്സുകൾ പറയുന്നത് ഈശാക്കിന്റെ കഥ വെറുമൊരു പഴയ കഥയല്ല, വിമോചനം, നിത്യജീവൻ, ഇതിന്റെയൊക്കെ വലിയ പാഠങ്ങൾ അതിലുണ്ടല്ലേ? തീർച്ചയായും വെറുമൊരു ചരിത്ര സംഭവമല്ല അത്. നമുക്കതിലെ പ്രധാന കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണൽ അവര് ഈശാക്കിനെ കാണുന്നത് വെറും അബ്രഹാമിന്റെ മകനായിട്ടല്ല. അല്ല, അതിനപ്പുറം ഒരു ഉടമ്പടിയുടെ ഒരു ചാലകമായിട്ടാണ്, ശാശ്വതമായ ഉടമ്പടിയുടെ. അതെ. പിന്നെ ഈ അവസാന നാളുകളില് ഒരു മിലിറ്റ്സിയോഷീർ, അതായത് നീതിയുള്ള മധ്യസ്ഥനായിട്ട് ഈശാക്കുണ്ടാവുമെന്നും പറയുന്നു. എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം? അതെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈശാക്ക് ഇവിടെന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ ആ ഒരു കഠിനമായ നീതി, ഗെവുറാന്ന് പറയും, അതിനെ കാരുണ്യമാക്കി മാറ്റുന്നു. ഓഹോ. അതെ. സ്വർഗീയ കോടതിയില് ഇസ്രയേലിനു വേണ്ടി വാദിക്കുമ്പോ, ഇവരെന്റെ മക്കളാണോ, അങ്ങയുടെ മക്കളല്ലേ എന്ന് ചോദിച്ച് താൻ സ്വയം ബലിയാകാൻ തയ്യാറായല്ലോ, ആ ഒരു സമർപ്പണം ഓർമ്മിപ്പിക്കും. ആ ഉടമ്പടി ഓർമ്മിപ്പിക്കുന്നു. അതെ, ആ ഉടമ്പടി. അപ്പൊ ആ ഗെവുറ കാരുണ്യമായി മാറുന്നു. അതാണ് ആന്തരിക വെളിച്ചം. ബേത്ത് ഇസ്രായേൽ ഇന്റർനാഷണൽ അതിനെ കാണുന്നത് ഈശാക്കിന്റെ ആത്മാവിലൂടെ ഒഴുകുന്ന ഒരു വിമോചനത്തിന്റെ പ്രകാശമായിട്ടാണ്. ശരി ശരി. ഇനി അക്കേദ, ആ ബലിയർപ്പണം, അതിനെക്കുറിച്ചും ഈ രേഖകൾക്കൊരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടല്ലോ. ഇതൊരു വെറും പരീക്ഷണമല്ല, അല്ല, മറിച്ച് വിശ്വാസം, സമർപ്പണം, പുനരുത്ഥാനം, ഇതിന്റെയൊക്കെ ഒരു ദിവ്യ മാതൃകയാണെന്ന്. അതെ. റംബാൻ പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് പോലെ ഇത് ദൈവം എന്തെങ്കിലും അറിയാൻ വേണ്ടി നടത്തിയൊരു ടെസ്റ്റല്ല. ഓക്കെ. ഇത് മനുഷ്യരിലുള്ള അപൂർണതയില്ലേ, അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അബ്രഹാം തന്റെ സമ്പൂർണ്ണ വിശ്വാസം, എമുന ശലേമ, അത് കാണിച്ചു. ഈശാക്കിനാണെങ്കിൽ സ്വന്തം ജീവൻ കൊടുക്കാനുള്ള സന്നദ്ധത, മെസ്സിറോസ് നെഫെഷ്, അതാണ് കാണിച്ചത്. അപ്പോ ഈശാക്ക് വെറുതെ ഒരു ഇരയായിരുന്നില്ല. ഒരിക്കലുമല്ല. അദ്ദേഹം സജീവമായിട്ട് ബോധപൂർവം സ്വയം സമർപ്പിക്കുകയായിരുന്നു. ഗാഡി എഫ്രൈം നോട്ട്സ് ഇതിനെ പറയുന്നത് രണ്ടാത്മാക്കൾ ഒന്നിച്ചുയരുന്ന ഒരു ഉടമ്പടി എന്നാണ്. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഈ അക്കേദായ്ക്ക് ശേഷം ഈശാക്ക് അപ്രത്യക്ഷനാകുന്നൊരു ഭാഗം തോറയില് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ചും ഈ പഠനങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഉണ്ട്. മിദ്രാഷും സോഹറും പറയുന്നത്, അതായത് പുരാതന വ്യാഖ്യാനങ്ങളും കബാലയുടെ ഗ്രന്ഥവും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഈശാക്കിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി. ഗ്യാനീഡൻ പറുദീസയിൽ പ്രവേശിച്ചു, ഒരു തരം മരണം അനുഭവിച്ചു, എന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. ശരിക്കും? അതെ, ഇതാണ് ശരിക്കും ആദ്യത്തെ പുനരുത്ഥാനം, ടെക്കിയ ധാമെറ്റ്യം എന്ന് പറയുന്നത്. ഈ സംഭവം തൊട്ടാണ് പുനരുത്ഥാനം എന്നത് ലോകസൃഷ്ടിയുടെ ഒരു ഭാഗമായി മാറിയത് എന്നാണ് വ്യാഖ്യാനം. അപ്പൊ അത് വലിയ കാര്യമാണല്ലോ. തീർച്ചയായും. ബേത്ത് ഇസ്രായേൽ ഇന്റർനാഷണൽ ഇതിനെ മരണത്തെ ജയിച്ച ജീവന്റെ ഒരു പ്രഖ്യാപനമായിട്ടാണ് കാണുന്നത്. അപ്പോ ഈശാക്കിന്റെ ഈ അനുഭവം ഇത് മഷിയാക്കുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? അവിടെയാണ് അടുത്ത പ്രധാന കാര്യം. പെസിക്ത റബ്ബാത്തി എന്നൊരു പഴയ പുസ്തകം ഉദ്ധരിച്ച് ബേത്ത് ഇസ്രായേൽ ഇന്റർനാഷണൽ പറയുന്നുണ്ട്, ഈസാക്ക് എങ്ങനെയാണോ ബലിപീഠത്തിൽ സ്വയം കൊടുക്കാൻ തയ്യാറായത്, അതുപോലെ മഷിയാക്കും തന്റെ ജനത്തിന്റെ സഹനങ്ങൾ ഏറ്റെടുക്കും. ഓ, ആര് പാരലൽ! അതെ, പ്രത്യേകിച്ച് മഷിയാക്ക് ബെൻ യോസഫ്, അതായത് കഷ്ടത അനുഭവിക്കുന്ന മഷിയാക്ക്. ആ ആത്മാവിൽ ഈസാക്കിന്റെ ഈ സഹനശക്തി, പിന്നെ കാരുണ്യമായി മാറിയ ആ നീതി, അതൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ആ നിശബ്ദത പോലും ഒരു ശക്തിയാവുന്നു അല്ലേ? അതെ, ഈസാക്കിന്റെ ആ നിശബ്ദ സമർപ്പണം, അത് വിമോചനം സാധ്യമാക്കുന്നൊരു വലിയ ശക്തിയാണ്. അപ്പോ ഈ അക്കേദായുടെ ആത്മീയ പാഠം ഇത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണോ നമ്മുടെ ജീവിതത്തിൽ? തീർച്ചയായും. അത് ബാൽ ഷെം തോവും ടാനിയയുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ആത്മാവും അവരവരുടെ ഒരു അക്കേദ അനുഭവിക്കണം. സ്വന്തം അക്കേദ? അതെ. അതായത് നമ്മുടെ ഉള്ളിലെ മൃഗീയമായ വാസനകൾ, നമ്മുടെ സ്വാർത്ഥത, ഭൗതിക താൽപ്പര്യങ്ങൾ, അതിനെ ദൈവികമായ ഇച്ഛയുടെ ബലിപീഠത്തിൽ കെട്ടിയിടണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥന, വിശ്വാസത്തോടെ ചെയ്യുന്ന ഓരോ കാര്യവും ഈസാക്കിന്റെ ആ മിസ്റുസ് നെഫഷിന്റെ,
ആത്മസമർപ്പണത്തിന്റെ ഒരു തീപ്പൊരി നമ്മളിൽ കത്തിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബെയ്ത് ഇസ്രായേൽ ഇന്റർനാഷണലും ഗാഡി എഫ്രൈം നോട്ട്സും പറയുന്ന പ്രധാന ആശയം അക്കേദ എന്നതൊരു അവസാനമല്ല, മരണമല്ല. അല്ലേ അല്ല. അതൊരു തുടക്കമാണ്, നിത്യജീവന്റെ തുടക്കം. അബ്രഹാമിന്റെ വിശ്വാസം അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ഈത്സാക്കിന്റെ സമർപ്പണം പുനരുത്ഥാനത്തിന്റേതും. കൃത്യമായി പറഞ്ഞു. ഈത്സാക്കിന്റെ ആ നിശബ്ദത അതൊരു നിലയ്ക്കാത്ത പ്രാർത്ഥനയായി മാറി. അദ്ദേഹത്തിന്റെ ആ ഗെവുറായിൽ നിന്ന്, ആ നീതിബോധത്തിൽ നിന്ന് കാരുണ്യമൊഴുകി. ആ ബലിയിൽ നിന്ന് രക്ഷ വന്നു. അദ്ദേഹത്തിന്റെ ആ ഉയിർപ്പിൽ നിന്ന് ഇസ്രായേൽ വീണ്ടും ഉയിർത്തെഴുന്നേൽക്കും എന്നുള്ള വാഗ്ദാനം വന്നു. ഇത് ഈത്സാക്കിൽ മറഞ്ഞിരിക്കുന്ന മെഷിയാക്കിന്റെ വെളിച്ചം തന്നെയാണ്. വളരെ ശക്തമായൊരു ചിന്തയാണത്. അപ്പം നിങ്ങൾക്കായി ഒരു കാര്യം ആലോചിക്കാൻ വിടുകയാണ്. ഈ ഈത്സാക്കിനെ പോലെ ഒരുപക്ഷെ പുറമേ കാരുമറിയാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുകയും നിശബ്ദമായി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ആ ഒരു ശക്തിയെക്കുറിച്ച് ഈ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കെന്തെങ്കിലും പുതിയ ചിന്ത നൽകുന്നുണ്ടോ? നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ചിലപ്പോൾ വലിയ സമർപ്പണം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ടാകാം. ഈ അക്കേദ നിമിഷങ്ങൾ, ഈ ഒരു തിരിച്ചറിവ് വെച്ച് അതിനെങ്ങനെ സമീപിക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.